എയർപോർട്ടിൽ വെച്ച് ഇക്കായെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ബോറടിച്ചേനെ. എൻ്റെ ഇക്ക ഇപ്പം ഇടക്കിടക്ക് വരുന്നത് കാരണം വീട്ടുകാർക്കൊക്കെ എയർപോർട്ട് മടുത്തു. അവരാരും ഇപ്പം വരാറില്ല. ഞാൻ കൊണ്ട് വിടും, ഞാൻ തന്നെ വിളിച്ചോണ്ട് വരും. അല്ല, ഇക്കയുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലായിരുന്നു? ഇല്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് വരില്ലെന്നായിരുന്നു 5 വർഷം മുമ്പ് ഇവിടെ വിടുമ്പോൾ മനസ്സിൽ. ഇവിടെ ആരും ഒന്നിനും സമ്മതിക്കില്ല ഇവിടുത്തെ ഭരണവർഗം. എന്നാലും ഇക്ക ഈ 5 വർഷക്കാലം നാട്ടിൽ ആരുമായും കോണ്ടാക്ട് പോലും ഇല്ലാതെ, അതെ ഫേസ്ബുക്കിലെങ്കിലും ആക്റ്റീവാകാമായിരുന്നു. എന്തിന്? എന്നെ നശിപ്പിച്ച ഈ നാടിനെ കുറിച്ച് ഒരു കാര്യവും എനിക്കറിയാൻ ആഗ്രഹമില്ല. ഇക്കയുടെ കാര്യങ്ങളൊക്കെ കുറെ ഞാനും ഓർക്കുന്നുണ്ട്. പിരിവ് കൊടുക്കാത്തതിന്റെ പേരിൽ പാർട്ടിക്കാർ കട പൂട്ടിച്ചതും നോക്കുകൂലി കൊടുക്കില്ല എന്ന് ഇക്ക വാശി പിടിച്ചതിനെ തുടർന്ന് പാതുവഴി ഉപേക്ഷിച്ച ഇക്കയുടെ വീട് പണിയും. ഇപ്പൊ കുഴപ്പമില്ല, ഭരണം പോയപ്പം അവരെല്ലാം ഒതുങ്ങി. അതൊന്നും അങ്ങനെ പെട്ടെന്ന് നടക്കാൻ നിർത്താൻ കഴിയുന്നില്ല. അവരല്ലെങ്കിൽ മറ്റൊരാൾ വന്നിരിക്കും. ഇവിടെ ഒരു വികസനവും വരുന്നില്ല. അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, എല്ലാം വഴിയേ കാണും. പിന്നെ ഇക്ക ഒരു സന്തോഷമുള്ള കാര്യം പറയാം. പുതിയ സർക്കാർ വന്നതിന് ശേഷം നോക്കുകൂലി നിയമപരമായി നമ്മുടെ നാട്ടിൽ നിരോധിച്ചു. ഇതെന്താ പ്രൈവറ്റ് ബസ് ഇതിലെ വരുന്നത്? എട്ടുവരെ അല്ലായിരുന്നു റൂട്ട്. ഇത് നമ്മുടെ പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ടല്ലോ, അവിടേക്ക് പോകുന്ന വണ്ടിയാണ്. അതേതാ കെട്ടിടം? പണ്ട് ഇവിടെ കാട് പിടിച്ച് കിടന്നിരുന്നതല്ലേ? അത് മിനി സിവിൽ സ്റ്റേഷൻ. ജനങ്ങളുടെ സൗകര്യാർത്ഥം ഇടറിക്കിടന്നിരുന്ന പല പല സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീടിൽ കൊണ്ടുവന്നു. കഴിഞ്ഞ വർഷമായിരുന്നു ഉദ്ഘാടനം. നമുക്ക് ഈ വഴിയേ പോകും. അപ്പുറത്ത് ബ്ലോക്ക് ചെയ്തേക്കുവാണ്, ബൈപ്പാസിന്റെ പണി നടക്കുന്നത് കാരണം. ആ ബൈപ്പാസ് തന്നെ തുടങ്ങിയോ? എത്ര വർഷത്തെ കാത്തിരിപ്പാ. ഇതെന്താണ് ഇവിടെ? പെട്രോൾ പമ്പോ? അത് പെട്രോൾ പമ്പല്ല, മത്സ്യത്തൊഴിലാളികൾക്കുള്ള മണ്ണെണ്ണ വിതരണ കേന്ദ്രമാണ്. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ നേരിട്ട് നടത്തുന്ന പമ്പാണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഉദ്ഘാടനം. ഇതെന്താ ഇവിടെ നിർത്തിയത്? ഇതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത അമ്പലപ്പുഴയിലെ ഗവൺമെന്റ് കോളേജ്. ഇതോടുകൂടി ഗവൺമെന്റ് കോളേജ് ഇല്ലെന്ന ചീത്തപ്പേര് ആലപ്പുഴയ്ക്ക് മാറിക്കിട്ടു. മതിയിക്ക, എന്താ ഇതിന് മാത്രം കാണാനുള്ളത്? നിങ്ങൾ ഇതിനു മുമ്പ് ഈ സ്കൂൾ കണ്ടിട്ടില്ല? എത്രയൊക്കെ പഠിച്ചാലും എവിടെയൊക്കെ പോയാലും ഈ സ്കൂളിനെ മറക്കാൻ കഴിയുമോ? നാടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മായ്ച്ച കൂട്ടത്തിൽ ഇതില്ലായിരുന്നു. ഇവിടുത്തെ ഓർമ്മകൾ കൂടി ഇല്ലായിരുന്നു. ഭൂമിയിലെ മണൽക്കുന്നുകളോട് കഥകൾ പറയാനാകാതെ മലയാളത്തെ തന്നെ ഞാൻ മറന്നേനെ. എനിക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ സ്കൂളിന് സർക്കാർ +2 അനുവദിച്ചു. കുട്ടികൾക്ക് ഇനി ദൂരെങ്ങും പോയി പഠിക്കണ്ടല്ലോ. ആ, അതെന്തായാലും നന്നായി. നീ പറഞ്ഞത് ശരിയാ. നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം ഈ 5 വർഷങ്ങൾക്കിടയ്ക്കാണെന്ന് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. 5 അല്ല, 4 വർഷം. ഈ കാണുന്നത് മാത്രമല്ല, കാണാൻ കഴിയാത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ ഓരോ വ്യക്തിക്കും ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയും കാരുണ്യ ചികിത്സാ പദ്ധതിയിലും എല്ലാം ഉൾപ്പെടുത്തി ഒരുപാട് സഹായങ്ങൾ. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് തിരിച്ചു പോകാതിരുന്നാലോ എന്നാണ്. ഇവിടെ ഇപ്പോൾ ജീവിക്കാനുള്ള അന്തരീക്ഷമുണ്ടെന്ന് മനസ്സ് പറയുന്നു. എനിക്ക് ധൈര്യമായിട്ട് മനസ്സ് പറയുന്നത് എനിക്ക് ഞങ്ങളുണ്ട് കൂടെ. അല്ലടാ, എനിക്കൊരു സംശയം. ഭരണം ഇനിയെങ്ങാനും മാറുമോ? അക്കാര്യത്തിലേക്ക് പേടിക്കണ്ട. കൺമുമ്പിൽ ഇതൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്നതിനെ കുറിച്ച് ഓർക്കുമോ?